നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് അഗളി കള്ളമലയിൽ ഭാര്യയും കാമുകനും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി മണ്ണാർക്കാട് SC/ST കോടതി. ശിക്ഷ ബുധനാഴ്ച വിധിക്കും. കേസിനാസ്പദമായ സംഭവം നടന്നത് 2017. പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ സേവകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഹെൽത്ത് കാർഡ് പദ്ധതിയുമായി നജീബ് കാന്തപുരം MLA. 1000 പേർക്കുള്ള ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. MLAയോട് നന്ദിയും കടപ്പാടും പറഞ്ഞ് ഗുണഭോക്താക്കൾ. വയോധികർക്ക് നൽകുന്ന കട്ടിലിനെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലിൽ ബഹളം. അനുവദിച്ച കട്ടിലുകളുടെ 20% തനിക്ക് വേണമെന്ന് ചെയർമാൻ, എതിർത്ത് CPM കോൺഗ്രസ് കൗൺസിലർമാർ. പെരിന്തൽമണ്ണയിൽ മ്യൂസിക്കൽ ഫുഡ് ഫെസ്റ്റിനിടെ ഉണ്ടായ സംഘർഷം. വ്യാപാരമേളയ്ക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്ന് നഗരസഭ. അക്രമ സംഭവങ്ങളിൽ 20ഓളം പേർക്കെതിരെ കേസ്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്രം പുസ്തകമായി പുറത്തിറങ്ങുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി 15 പെരിന്തൽമണ്ണയിൽ നടക്കും. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് അഗളി കള്ളമലയിൽ ഭാര്യയും കാമുകനും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി. പ്രതിക്കുള്ള ശിക്ഷ ബുധനാഴ്ച വിധിക്കും. അഗളി കള്ളമല താഴിയൂരിലെ നഞ്ചന്റെ ഭാര്യ മല്ലി, ഇവരുടെ സുഹൃത്ത് സുരേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് മല്ലിയുടെ ഭർത്താവ് നഞ്ചൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2017 കേസിനാസ്പദമായ സംഭവം. മല്ലിയും സുഹൃത്ത് സുരേഷും രതീഷ് എന്നയാളുടെ പണിതീരാത്ത വീടിന് മുകളിൽ കിടക്കുന്നത് കണ്ട നഞ്ചൻ മുള കൊണ്ട് ഇരുവരെയും അടിച്ചു കൊലപ്പെടുത്തിയെന്നാണ് കേസ്. സംഭവത്തിൽ നഞ്ചൻ കുറ്റക്കാരനാണെന്ന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമൻ ജോൺ കണ്ടെത്തി. ശിക്ഷ ബുധനാഴ്ച പറയും. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ ഹാജരായി. വയോധികർക്ക് നൽകുന്ന കട്ടിലിനെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭയിൽ ബഹളം. വിവിധ വാർഡുകളിലേക്ക് അനുവദിച്ച കട്ടിലുകളുടെ 20% നഗരസഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടതാണ് ബഹളത്തിന് ഇടയാക്കിയത്. നഗരസഭയിലെ പ്രായമായവർക്ക് കട്ടിൽ നൽകുന്ന കാര്യം കൗൺസിലിൽ ചർച്ചയ്ക്ക് വന്നതോടെയാണ് കട്ടിലിനെ ചൊല്ലി നഗരസഭാ അധ്യക്ഷനും CPM കോൺഗ്രസ് കൗൺസിലർമാരും തമ്മിൽ തർക്കം നടന്നത്. ഒരു വാർഡിലേക്ക് 6 വീതം കട്ടിൽ എന്ന കണക്കിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിൽ നിന്ന് 20% കട്ടിൽ ചെയർമാൻ എന്ന നിലയിൽ തനിക്ക് വേണമെന്ന് അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ബഷീർ സഭയെ അറിയിച്ചു. അത് പറ്റില്ലെന്ന് കോൺഗ്രസ് അംഗവും സ്ഥിരം സമിതി അധ്യക്ഷനുമായ K. ബാലകൃഷ്ണൻ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കൗൺസിലിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോഴും താൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നതായി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇതിനെ CPM കൗൺസിലർമാരായ K. മൻസൂർ, മുഹമ്മദ് ഇബ്രാഹിം, CP പുഷ്പാനന്ദൻ, കോൺഗ്രസിലെ അരുൺകുമാർ പാലക്കുറിശി എന്നിവർ പിന്തുണച്ചു. എന്ത് പദ്ധതി നടപ്പാക്കുകയാണെങ്കിലും നിയമപരമായിരിക്കണമെന്ന് CPM പാർലമെന്ററി പാർട്ടി നേതാവ് TR സെബാസ്റ്റ്യനും നിലപാടെടുത്തു. വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് വിതരണത്തിൽ അധ്യക്ഷന് മാത്രമായി നിശ്ചിത തുക മാറ്റിവെക്കാമെന്ന് എവിടെയും പറയുന്നില്ലെന്നും തുക തുല്യമായി വീതിക്കുന്നതാണ് ശരിയായ രീതിയെന്നും കൗൺസിലർമാർ പറഞ്ഞു. നിലവിൽ അനുവദിച്ച കട്ടിലുകളുടെ 20% അധ്യക്ഷന് നൽകിയാൽ ഒരു വാർഡിലേക്ക് 5.5 കട്ടിൽ വീതമേ നൽകാൻ കഴിയൂവെന്നും കൗൺസിലർമാർ പറഞ്ഞു. ഇതോടെ അധ്യക്ഷൻ കട്ടിലിൽ നിന്ന് പിന്മാറി. എല്ലാ വാർഡുകളിലേക്കും 6 കട്ടിലുകൾ വീതം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ സേവകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ നജീബ് കാന്തപുരം MLAയുടെ ഹെൽത്ത് കാർഡ് പദ്ധതി. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ 1000 പേർക്ക് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. MP അബ്ദുസമദ് സമദാനി MP ഹെൽത്ത് കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ അടിത്തട്ടിലുള്ളവരെ സംരക്ഷിക്കേണ്ടത് സാമൂഹ്യ ബാധ്യതയാണെന്ന് MP പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കായി നജീബ് കാന്തപുരം MLA നടപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലാണ് ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തത്. പെരിന്തൽമണ്ണയിലെ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത്. മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരായ അംഗൻവാടി ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേന, CDS, പരിരക്ഷാ നഴ്സുമാർ, ട്രോമ കെയർ വളണ്ടിയർമാർ, ആംബുലൻസ് ഡ്രൈവർ, പഞ്ചായത്ത് മുനിസിപ്പൽ അംഗങ്ങൾ എന്നിവർക്കാണ് ഹെൽത്ത് കാർഡുകൾ നൽകി MP അബ്ദുസമദ് സമദാനി ഹെൽത്ത് കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗ തൊഴിലാളികൾ അവഗണിക്കപ്പെടാൻ പാടില്ലെന്നും അവരെ സംരക്ഷിക്കേണ്ടത് സാമൂഹിക ബാധ്യതയാണെന്നും അബ്ദുസമദ് സമദാനി MP പറഞ്ഞു. സാമ്പത്തിക പുരോഗതി അവകാശപ്പെടുമ്പോഴും അടിത്തട്ടിലെ തൊഴിലാളികൾ തുച്ഛമായ വേതനത്തിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരുന്നത് നീതിയല്ല. ഇവരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ സർക്കാർ പദ്ധതികളെപ്പോലും കാത്തുനിൽക്കാതെ നജീബ് കാന്തപുരം MLA നടപ്പാക്കിയ ഏറ്റവും മനുഷ്യസ്പർശിയായ പദ്ധതിയാണിതെന്നും സമദാനി അഭിപ്രായപ്പെട്ടു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾക്ക്, ഇവിടുത്തെ പൗരപ്രമുഖരായ ആളുകൾക്ക്, ഹോസ്പിറ്റൽ ഉടമകൾക്ക് ഞാനൊരു കാര്യം പരിചയപ്പെടുത്താം. പെരിന്തൽമണ്ണയെ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും ഈ സ്ത്രീകളാണ്, ഈ സഹോദരിമാരാണ് എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ഇവരാണ് പെരിന്തൽമണ്ണ.
ഓരോ ഗ്രാമങ്ങളിലും അവർ കയറിയിറങ്ങാത്ത ഒരു വീടില്ല. ഓരോ ഗ്രാമത്തിലും അവർ അറിയാത്ത ഒരു ജീവിത പ്രാരാബ്ധമില്ല. അവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന വീടുകളിൽ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആരും പരിചരിക്കാനില്ലാത്ത ആളുകളെ പരിചരിക്കുന്നത് ഇവരാണ്. ആരും നോക്കാനില്ലാത്തവരുടെ വീട്ടിലേക്ക് എല്ലാ സഹായങ്ങളുമായി എത്തുന്നത് അവരാണ്. നമുക്കൊക്കെ രോഗം വരുമ്പോൾ വലിയ ആധിയാണ്, കോവിഡ് വരുമ്പോൾ വലിയ പേടിയാണ്, പകർച്ചവ്യാധികൾ ഉണ്ടാകുമ്പോൾ വലിയ ആശങ്കയാണ്. എന്നാൽ നാട് മുഴുവനും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും തങ്ങൾക്കും ഒരു കുടുംബമുണ്ട് എന്നാലോചിക്കാതെ വീടുകളിലേക്ക് കയറിപ്പോകുന്ന ആശാവർക്കർമാർ ഈ കൂട്ടത്തിലുണ്ട്. അവരെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. നമ്മുടെ അംഗൻവാടി ടീച്ചർമാരും ആയമാരും, അവരെക്കുറിച്ച് ഞാൻ ടീച്ചർമാരെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ വർക്കർമാരല്ല, നിങ്ങൾ ടീച്ചർമാരാണ്. കാരണം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആദ്യാക്ഷരത്തിൻ്റെ മധുരത്തിലാണ് നമ്മളുടെ കുട്ടികൾ കീഴടക്കുന്ന ലോകം എന്ന തിരിച്ചറിവ് തീർച്ചയായും എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വർക്കർമാർ എന്ന് വിളിക്കുന്നത് നിങ്ങൾ അപമാനിക്കലാണ്. നിങ്ങൾ അധ്യാപകരാണ്, നിങ്ങൾ അംഗൻവാടിയിലെ ടീച്ചർമാരാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ മുഖ്യാതിഥിയായിരുന്നു. മുൻമന്ത്രി നാലകത്ത് സുപ്പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KT അഫ്സൽ, C സുകുമാരൻ, CM മുസ്തഫ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ C സേതുമാധവൻ, V ബാബുരാജ്, AK നാസർ, വിവിധ ആശുപത്രി മാനേജ്മെൻറ്റ് പ്രതിനിധികളായ ഡോക്ടർ P ഉണ്ണീൻ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ KP ബാലകൃഷ്ണൻ, പ്രജീഷ്, മഹേഷ്, രാംദാസ്, നഹാസ്, M നിസ്താർ തുടങ്ങിയവർ പങ്കെടുത്തു. കിംസ് അൽഷിഫ, മൗലാന, MES മെഡിക്കൽ കോളേജ്, BKCC ക്രാഫ്റ്റ്, എൻഡോഡയബ് നഴ്സിംഗ് ഹോം, രാംദാസ് ക്ലിനിക്ക്, അസൻ്റെ എന്നീ ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്ന കാർഡ് ഹോൾഡർമാർക്ക് എല്ലാ ആശുപത്രികളിലും വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഇതോടൊപ്പം ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പോളിസിയും അനുവദിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ചെറിയ വേതനത്തിന് വലിയ സേവനം ചെയ്യുന്ന അടിസ്ഥാന വിഭാഗത്തെ ചേർത്ത് പിടിക്കേണ്ടത് അനിവാര്യമായതുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം നൽകാൻ നജീബ് കാന്തപുരം MLAയെ പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഓണത്തിന് MLA ക്രിയോണം എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിക്കിടെയാണ് ഇത്തരമൊരു ആരോഗ്യ പരിരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചത്. 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ഓണത്തിന് ഓണപ്പടയും തരുന്നുണ്ട്, കപ്പ് തരുന്നുണ്ട്, ഓണസദ്യ തരുന്നുണ്ട്. അതിലേക്കും വലിയതായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഇത് കിട്ടിയത്, ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ്. ചെറിയതായാലും വലിയതായാലും ഞങ്ങൾക്ക് ഈ കാർഡ് മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാമല്ലോ. എത്ര വലുതാണെങ്കിലും ഇതേവരെ ഞങ്ങളൊരു MLA എന്നല്ല, ഒരു മെമ്പറായാലും ഒരു പ്രസിഡൻ്റ് ആയാലും ഞങ്ങളെ കണ്ടറിഞ്ഞിട്ടില്ല. ഇപ്പം ഞങ്ങൾ എല്ലാവരുടെയും ഈ ഇത്രയും എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും സർവ്വ ഐശ്വര്യം ഞങ്ങൾ ഈ MLAക്ക് കൊടുക്കാൻ ആരോഗ്യവും ആയുസ്സും കൊടുത്തിട്ട് MLA ഞങ്ങളെ കൂടെ എപ്പോഴും നിൽക്കട്ടെ എന്നുള്ളൂ ഞങ്ങൾക്കൊരു പ്രാർത്ഥന. ഇതുവരെ ഇത് അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ല. എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് വളരെ സന്തോഷമാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മരുമകൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഒരു ഹെൽത്ത് കാർഡ് ഇല്ലാഞ്ഞിട്ട് ഒരുപാട് പൈസയായി. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലെന്ന് വെച്ചിട്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താ ചെയ്യുക ഈശ്വര, എപ്പോഴും അസുഖം വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് എന്താ ചെയ്യാച്ചോ, ദൈവത്തിനോട് ഞാൻ അങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു, ഈശ്വര ഒരു വഴി കാട്ടി തരണേന്ന്. ആ സമയത്താണ് സാറിൻ്റെ ഈ ഒരു കാർഡ് തരല്. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കിത് ഈ കാർഡ് കിട്ടിയ MLAയുടെ കാർഡ് കിട്ടിയത് സന്തോഷമാണ്. എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അതുകൊണ്ട് ഒരാശുപത്രി കണ്ടപ്പോൾ എനിക്ക് ഒരു കാർഡുമില്ല, ഇൻഷുറൻസ് കാർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കിട്ടിയത് ഏറ്റവും നല്ല സന്തോഷമാണ്. പെരിന്തൽമണ്ണയിൽ മ്യൂസിക്കൽ ഫുഡ് ഫെസ്റ്റിനിടെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് 8 പേരെ അറസ്റ്റ് ചെയ്തു. 2 കേസുകളിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ 8 പേരടക്കം കണ്ടാലറിയാവുന്ന 20 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ എക്സ്പോ ഗ്രൗണ്ടിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് 8 പേരെ അറസ്റ്റ് ചെയ്തത്. സംഗീത പരിപാടി കാണാനായി കൂടുതൽ ആളുകൾ എത്തിയതോടെ പ്രദർശന നഗരിയിലും താൽക്കാലിക ഹാളിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായി. സംഘാടകർ ടിക്കറ്റ് വിതരണം നിർത്തുകയും ചെയ്തു. ആളുകളുടെ തിരക്ക് കാരണം മ്യൂസിക്കൽ പ്രോഗ്രാം നിർത്തിവെച്ചു. മ്യൂസിക്കൽ പ്രോഗ്രാം മുടങ്ങിയതോടെ ആളുകൾ ബഹളം വെച്ചു. ടിക്കറ്റിന് കാത്തുനിന്നവർ ടിക്കറ്റ് കിട്ടാതായതോടെ ബോർഡുകളും ഷീറ്റുകളും തകർത്തു. ഹാളിനകത്ത് കയറി. അക്രമ സംഭവത്തിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. സ്റ്റാളുകളിലെയും മറ്റും സാധന സാമഗ്രികൾ കേടുവരുത്തി. കസേരകളും മറ്റും ചിലർ മോഷ്ടിച്ചു കൊണ്ടുപോയി. പോലീസെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കുകയായിരുന്നു. അടിപിടി, ലഹള, ഗതാഗത തടസ്സമുണ്ടാക്കൽ, നാശനഷ്ടങ്ങൾ വരുത്തൽ എന്നീ വകുപ്പുകളിൽ 20 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മ്യൂസിക്കൽ പ്രോഗ്രാമിന് സംഘാടകർ ബന്ധപ്പെട്ട അധികൃതരുമായി അനുമതി തേടിയിരുന്നില്ല. വ്യാപാരമേളയ്ക്ക് മാത്രമാണ് നഗരസഭ അനുമതി നൽകിയിരുന്നത്.
പെരിന്തൽമണ്ണയിൽ എക്സിബിഷന്റെ സ്റ്റേജ് ഷോയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾ തകർക്കുകയും നാശനഷ്ടങ്ങൾ വരുത്തുകയും സൗണ്ട് ഓപ്പറേറ്റർമാരെ കയ്യേറ്റുകയും ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരള സ്റ്റേറ്റ് എയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി വി അബ്ദുറഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ CM ഉമ്മർ, വൈസ് പ്രസിഡന്റ് നാസർ താനൂർ, സെക്രട്ടറിമാരായ ജാഫർ അലി തേറമ്പൻ, N. അബ്ബാസ് അലി, മുസ്തഫ കുന്നംപുറം, P. അബ്ദു എന്നിവർ സംസാരിച്ചു. മണ്ണാർക്കാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള അലനല്ലൂർ മേഖലാതല സമ്മേളനം പാലക്കാഴിയിൽ നടന്നു. നിയോജകമണ്ഡലം പ്രസിഡന്റ് റഷീദ് അലായൻ ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗിനെ തകർക്കാൻ RSSനേക്കാൾ ശക്തമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിൽ CPM എന്ന് റഷീദ് അലായൻ പറഞ്ഞു. ന്യൂനപക്ഷ സംഘശക്തിയെ തകർക്കാൻ RSSനേക്കാൾ ശക്തമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM. ഇത് പരിശോധിച്ചാൽ എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, നിർഭാഗ്യമായി നമ്മുടെ സാമുദായിക സംഘടനകളിൽ നമ്മുടെ സമുദായത്തിനിടയിലുള്ള ഭിന്നിപ്പുകൾ എന്തെല്ലാമാണോ പിളർപ്പുണ്ടായിട്ടുള്ളത്, ആ പിളരുന്ന വിഘടിക വിഭാഗത്തിന്റെ കൂടെ കുട്ടനാടിനെ മുട്ടിച്ച് ചോര കുടിക്കുന്നത് പോലെ എന്നും CPM ഉണ്ടായിട്ടുണ്ട്. സംഘബോധത്തിലൂടെ ശക്തരാവുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമായാണ് ജനുവരി 27 മുതൽ ഫെബ്രുവരി 12 വരെ യൂണിറ്റ് സമ്മേളനങ്ങൾ നടക്കുന്നത്. അലനല്ലൂർ പാലക്കാഴിയിൽ നടന്ന മേഖലാതല സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് അലനല്ലൂർ മേഖലാ പ്രസിഡന്റ് യൂസഫ് പാക്കത്ത് അധ്യക്ഷനായി. നിയോജകമണ്ഡലം പ്രവർത്തക സമിതി അംഗം K. ഹംസ പ്രമേയ പ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ഉസൈൻ കോളശ്ശേരി, പ്രവാസി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബഷീർ തെക്കൻ, നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് തച്ചമ്പറ്റ ഹംസ, നിയോജകമണ്ഡലം വർക്കിംഗ് കമ്മിറ്റി അംഗം ആലായൻ മുഹമ്മദ് അലി, അഷ്റഫ് കുളപ്പറമ്പ്, ഉസ്മാൻ പാലക്കാഴി, MSF ജില്ലാ ജനറൽ സെക്രട്ടറി KU ഹംസ, ആലായൻ സൈനുദ്ദീൻ, ഗസാലി പാലക്കാഴി തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചാബിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ റണ്ണറപ്പായ MG യൂണിവേഴ്സിറ്റി അംഗം ഷാമിൽ ഷംനാസിനെ ചടങ്ങിൽ ആദരിച്ചു. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കീഴ്ഘടകങ്ങളെ സജ്ജമാക്കുന്നതിനും ഒരു മതേതര ഗവൺമെൻറ് രാജ്യത്തിൻ്റെ അനിവാര്യതയും കേരള ഗവൺമെൻറ്റുകളുടെ ന്യൂനപക്ഷ വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകളും ലഹരിവിരുദ്ധ ബോധവൽക്കരണങ്ങളും സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നിയോജകമണ്ഡലം കമ്മിറ്റി ഫെബ്രുവരി അവസാന വാരത്തിൽ മണ്ഡലം തല പദയാത്രയും നടത്തും. ഒരു ചെറിയ ഇടവേള. വാർത്തകൾ തുടരുന്നു. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്രം പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങുന്നു. PS ശ്രീകല എഴുതിയ പാലോളി നിശബ്ദനായ വിപ്ലവകാരി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ പെരിന്തൽമണ്ണയിൽ ഫെബ്രുവരി 15 നടക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സൗമ്യ സാന്നിധ്യവും മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്രം പുസ്തകരൂപത്തിൽ പുറത്തിറക്കും. കൈപ്പുസ്തക രൂപത്തിലാണ് പുസ്തകം തയ്യാറാക്കുന്നത്. എഴുത്തുകാരിയും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറുമായ PS ശ്രീകലയാണ് പുസ്തകം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായ പെരിന്തൽമണ്ണയിൽ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കും. ടൗൺ സ്ക്വയറിൽ ഫെബ്രുവരി 15 വൈകിട്ട് 4 പ്രകാശന ചടങ്ങ് നടക്കുന്നത്. പ്രകാശന ചടങ്ങ് വിജയിപ്പിക്കാൻ പെരിന്തൽമണ്ണ NGO ഹാളിൽ ചേർന്ന വിവിധ സംഘടനാ പ്രതിനിധികളുടെയും പാർട്ടി പ്രവർത്തകരുടെയും യോഗം തീരുമാനിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന CPM നേതാവ് PP വാസുദേവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ V. ശശികുമാർ, V. രമേശൻ, ഏരിയ സെക്രട്ടറി E. രാജേഷ്, MP അലവി, C. ദിവാകരൻ, K. ശ്യാംപ്രസാദ്, മോഹനൻ പുളിക്കൽ, P. ഷാജി, രാമകൃഷ്ണൻ തച്ചനാട്ടുകര എന്നിവർ പങ്കെടുത്തു. PP വാസുദേവൻ ചെയർമാനും E. രാജേഷ് കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിൽ മണ്ണാർക്കാട് നിയോജകമണ്ഡലം ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഹാളിൽ നടന്ന പരിപാടി DCC സെക്രട്ടറി P. അഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിജിയെ വെടിവെച്ച് വീഴ്ത്തിയ നാഥുറാം ഗോഡ്സെയെ ആരാധിക്കുന്ന ഗവൺമെൻറ്റാണ് മോഡി ഗവൺമെൻറ്റെന്ന് ഉദ്ഘാടനം നിർവഹിച്ച അഹമ്മദ് അഷറഫ് പറഞ്ഞു. ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നടത്തി രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന മഹാത്മാവ്, ആ മഹാത്മാവിനെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ച് തൊട്ടടുത്ത വർഷമാണ് ഒരു മതഭ്രാന്തൻ വെടിവെച്ച് വീഴ്ത്തിയത്. നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ആ മതഭ്രാന്തൻ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്ന് മോഡി ഗവൺമെൻറ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തി. ഗാന്ധി ദർശൻ സമിതി നിയോജകമണ്ഡലം പ്രസിഡന്റ് KG ബാബു അധ്യക്ഷത വഹിച്ചു.
DCC സെക്രട്ടറി PR സുരേഷ്, അസീസ് ഭീമനാട്, VV ഷൗക്കത്തലി, അരുൺകുമാർ പാലക്കുറിശി, MC വർഗീസ്, സക്കീർ തയ്യിൽ, V പ്രീത, PP ഏനു, സെക്രട്ടറി M വിജയരാഘവൻ, P മുത്തു, നസീർ ബാബു എന്നിവർ സംസാരിച്ചു. 2024-25 വാർഷിക പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സേവന മേഖലയിൽ ശ്രദ്ധേയമായ നിർദ്ദേശങ്ങളുമായാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ നടന്നത്. നല്ല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അംഗീകാരം നേടിക്കൊണ്ട് വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി വളരെ നല്ല രൂപത്തിൽ കഴിഞ്ഞകാല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഓഫീസുകളെ ഒരു പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുപോകുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കരട് പദ്ധതി രേഖാ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാനിംഗ് ബോർഡ് അംഗം വിജയൻ പൂവക്കോടിന് നൽകി. ഒങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KA റഷീദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്നീമ ഇസ്മായിൽ, ചെയർമാൻ PP ഉണ്ണികൃഷ്ണൻ, ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് അംഗങ്ങളായ PT മുഹമ്മദ് കുട്ടി, ഷെഫീന ഷുക്കൂർ, PTM ഫിറോസ്, NK മുഹമ്മദ്, PK ബഷീർ മാസ്റ്റർ, P പ്രസന്ന, V സൈദാലി, K ബിന്ദു, തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KKA അസീസ്, വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ഇസ്മായിൽ വിളയൂർ, BDO AK സരിത, എക്സ്റ്റൻഷൻ ഓഫീസർ AP ജഗദീഷ് ബാബു എന്നിവർ സംസാരിച്ചു. ദക്ഷിണേന്ത്യയിലെ ചരിത്ര പ്രസിദ്ധമായ പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും ബുധനാഴ്ച തുടക്കമാകും. 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തനങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശുഹദാക്കളുടെ സ്മരണയിലാണ് ആണ്ടുനേർച്ച നടക്കുന്നത്. ബുധനാഴ്ച വൈകിട്ട് KKCM തങ്ങൾ വഴിപ്പാറ നേതൃത്വം നൽകുന്ന മഖാം സിയാറത്തിന് ശേഷം മഹല്ല് പ്രസിഡന്റ് കൊണ്ടേരിത്തൊടി മുഹമ്മദ് ഹാജി പതാക ഉയർത്തുന്നതോടെയാണ് പുത്തനങ്ങാടി ശുഹദ ആണ്ടുനേർച്ചയ്ക്കും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമാകുക. പുത്തനങ്ങാടി ശുഹദ മഖാം ആണ്ടുനേർച്ചയും അനുസ്മരണ സമ്മേളനവും ജനുവരി 31 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് KKCM തങ്ങൾ വഴിപ്പാറ അവരുടെ നേതൃത്വത്തിലുള്ള മഖാം സിയാറത്തോടു കൂടെ തുടക്കം കുറിക്കുകയാണ്. കേരളത്തിലെ പ്രഗത്ഭ പ്രഭാഷകരായ നൗഷാദ് ബാഖവി, സിംസാറുൽ ഹഖ് ഹുദവി, ഷമീർ ദാരിമി, വലിയുദ്ദീൻ ഫൈലി തുടങ്ങിയ പ്രഗത്ഭരായ പ്രഭാഷകരും പണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ള സമസ്തയുടെ സമുന്നതരായ നേതാക്കളും പങ്കെടുക്കുന്ന 4 ദിനം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സമാപനം ഫെബ്രുവരി 4-ാം തീയതി ഞായറാഴ്ച കാലത്ത് 8 മണിക്ക് നടക്കുന്ന ഖത്തം ദുആയോടുകൂടെ അതിനുശേഷം നടക്കുന്ന 10,000-കണക്കിന് ആളുകൾക്ക് നൽകുന്ന അന്നദാനത്തോടെ സമാപനം കുറിക്കുകയാണ്. എവരുടെയും സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് 5 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ചടങ്ങിൽ മഹല്ല് ഖാസി VP കുഞ്ഞുട്ടി മുസ്ലിയാർ അധ്യക്ഷനായിരിക്കും. സമസ്ത ജനറൽ സെക്രട്ടറി K ആലിക്കുട്ടി മുസ്ലിയാർ മുഖ്യാതിഥിയായിരിക്കും. ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തും. വ്യാഴാഴ്ച നടക്കുന്ന മതപ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. ശുഹദ കോളേജ് പ്രിൻസിപ്പൽ അൽ ഹൈത്തമി വരപ്പാറ അധ്യക്ഷനായിരിക്കും. നൗഷാദ് ബാഖവി ചിറയിൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും. വെള്ളിയാഴ്ച നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഡോക്ടർ TS സാലിം ഫൈസി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും. ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. വൈകിട്ട് 8 മണിക്ക് സിംസാറുൽ ഹഖ് ഉദവി മുഖ്യപ്രഭാഷണം നടത്തും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന ദുആ സമ്മേളനം K ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. മഹല്ല് ഖത്തീബ് സുബൈർ ഫൈസി ചമലശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഖാളിയായി 50 വർഷം പൂർത്തിയാക്കിയ V കുഞ്ഞുട്ടി മുസ്ലിയാരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം മങ്കട MLA മഞ്ഞളാംകുഴി അലി നിർവഹിക്കും. വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ 9-ന് മഖാമിൽ നടക്കുന്ന പ്രവർത്തന സദസ്സിന് തെയ്യോട്ടുചിറ ഖാസി ഷുക്കൂർ മദനി നേതൃത്വം നൽകും. തുടർന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെ നേർച്ചയ്ക്ക് സമാപനമാകുമെന്ന് പുത്തനങ്ങാടി മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം എന്ന സന്ദേശവുമായി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നാട്ടുചന്ത പ്രവർത്തന സജ്ജമായി. നിത്യോപയോഗ സാധനങ്ങൾ മുതൽ പശുവിൻ പാൽ വരെ കലർപ്പില്ലാതെ നാട്ടുചന്തയിൽ നിന്ന് ലഭ്യമാകും. ഫെബ്രുവരി 3-ന് മന്ത്രി VN വാസവൻ നാട്ടുചന്ത ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
സഹകരണ സംഘങ്ങൾ ബഹുമുഖ സേവന കേന്ദ്രങ്ങളായി മാറണമെന്ന നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് സമീപം 1 ഏക്കർ സ്ഥലത്ത് 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടവും 5,000 ചതുരശ്ര അടി ഗോഡൌണും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ഉൾപ്പെടെ നാട്ടുചന്ത ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷിതമായ ഭക്ഷണം എന്ന ദൗത്യം ഉറപ്പാക്കാൻ അത്യാധുനിക സൗകര്യങ്ങളാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളത്. പഴങ്ങളും പച്ചക്കറികളും കീടനാശിനി വിമുക്തമാക്കാനുള്ള ഓസോൺ വാഷ് പ്ലാന്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പ്ലാന്റ് ഒരുക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ പരിശോധന നടത്തി ഗുണമേന്മയോടെ ലഭിക്കുന്ന നീതി സൂപ്പർമാർക്കറ്റും കൂടാതെ സൈലന്റ് വാലിയിൽ നിന്നും ശേഖരിക്കുന്ന കാട്ടുതേനും കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന നാടൻ തേനും ശുദ്ധീകരിച്ച ബോട്ടിലുകളിൽ ഇവിടെ ലഭിക്കും. 5,000 ചതുരശ്ര അടി വിസ്തൃതിയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള ഗോഡൌൺ, നീതി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ, പഴങ്ങളും പച്ചക്കറികളും കോൾഡ് സ്റ്റോറേജ്, മത്സ്യ സ്റ്റാൾ, ബീഫ്, ചിക്കൻ, മട്ടൺ എന്നിവയ്ക്കായി പ്രത്യേകം സ്റ്റാളുകൾ, ഒരേ സമയം 5 ടൺ വരെ മാങ്ങ, വാഴയ്ക്ക തുടങ്ങിയവ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പഴുപ്പിച്ചെടുക്കാൻ കഴിയുന്ന റൈപ്പനിങ് ചേംബർ, KTDCയുടെ ആഹാർ റെസ്റ്റോറൻറ്റ്, കോഫി പാർലർ, ഓസോൺ വാഷ് ചെയ്ത പഴങ്ങളുടെ ജ്യൂസ് പാർലർ, ബിയർ വൈൻ പാർലർ ഷോപ്പ് ഉൾപ്പെടെ നാട്ടുചന്തയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് റൂറൽ ബാങ്ക് സെക്രട്ടറി M. പുരുഷോത്തമൻ പറഞ്ഞു. ഡയഗ്നോസ്റ്റിക് സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് രാവിലെ ആളുകൾക്ക് വേണ്ട സ്കാനിങ് ഉൾപ്പെടെയുള്ള രക്തപരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട സേവനങ്ങളും നാട്ടുചന്തയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ജ്യൂസ്, ഇപ്പോൾ ഈ ഓസോൺ വാഷ് കഴിഞ്ഞിട്ടുള്ള കീടനാശിനി ഇല്ലാത്ത പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ജ്യൂസ്, അതുപോലെ തന്നെ ചായ തുടങ്ങിയ എല്ലാം തന്നെ നാട്ടുചന്തയിൽ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്കെപ്പോഴും ഈ പഴങ്ങളും പച്ചക്കറിയും മാങ്ങയും അതുപോലെ വാഴ ഒക്കെ വാഴപ്പഴമൊക്കെ നമ്മൾ പഴുപ്പിക്കാനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ ഒരു രീതി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മാങ്ങ പഴുപ്പിക്കുന്നത്. അതൊരു സാധാരണ രീതിയായിട്ട് മാറിക്കഴിഞ്ഞു. അതൊക്കെ വലിയ ആരോഗ്യത്തിന് വലിയ ഹാനികരമായ കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലയിൽ പൊതുജനങ്ങൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ മാങ്ങയും മറ്റ് എല്ലാവിധ പഴങ്ങളും വാഴക്കൊല ഉൾപ്പെടെയുള്ള എല്ലാം വളരെ പ്രകൃതിദത്തമായി യാതൊരു രാസപദാർത്ഥങ്ങളോ കീടനാശിനിയോ ഒന്നും ഉപയോഗിക്കാതെ പഴുപ്പിച്ചെടുക്കുന്നതിനുള്ള ഒരു റൈപ്പനിങ് ചേമ്പറും കൂടി നാട്ടുചന്തയുടെ ഭാഗമാണ്. പിന്നെ അതാത് ദിവസങ്ങളിൽ കറന്നെടുക്കുന്ന പശുവിൻ പാൽ, നാടൻ പശുവിൻ പാൽ കുപ്പിയിലാക്കി, ചില്ലുകുപ്പിയിലാക്കി ഞങ്ങളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് അവിടെ വരുന്ന ആളുകൾക്ക് കൊടുക്കും. അപ്പോൾ അതൊരു വലിയ അട്രാക്ഷനാണ്. നാടൻ പശുവിൻ പാൽ, ശുദ്ധമായ പശുവിൻ പാൽ അതാത് ദിവസങ്ങളിൽ കറന്നെടുക്കുന്നത് കുപ്പിയിലാക്കി ഞങ്ങൾ തരിക. അതിലൊക്കെ ഞങ്ങളുടെ ഒരു ഗുണമേന്മയുടെ ഒരു ഉറപ്പ് ബാങ്കിന് തരാൻ കഴിയും. കാരണം ആ രൂപത്തിലാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത്. ചന്തയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 3 മന്ത്രി VN വാസവൻ നിർവഹിക്കും. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിക്കും. ഓസോൺ വാഷ് പ്ലാന്റ് ഗോപി കോട്ടമുറിക്കലും നീതി സൂപ്പർ മാർക്കറ്റ് സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആൻ്റണിയും ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് സഹകരണ സംഘം രജിസ്ട്രാർ TV സുഭാഷും നീതി ഡയഗ്നോസ്റ്റിക് സെൻറ്റർ KTDC അധ്യക്ഷൻ PK ശശിയും ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കും ഒരു പുതിയ ജീവിത ശൈലിയും ഒരു പുതിയ ഭക്ഷണശീലവും ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ നാട്ടുചന്തയുടെ ഉദ്ഘാടനം. ഫെബ്രുവരി മാസം 3-ാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനാണ് നിർവഹിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക്. ആ സമ്മേളനത്തിൽ കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ ഗോപി കോട്ടമുറിക്കൽ, മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ, സഹകരണ സാംസ്കാരിക സെക്രട്ടറി ശ്രീമതി മിനി ആൻ്റണി, അതുപോലെ സഹകരണ സംഘം രജിസ്ട്രാർ ശ്രീ TV സുരേഷ് IAS, ചീഫ് ജനറൽ മാനേജർ നബാർഡ് ശ്രീ ഗോപകുമാരൻ നായർ, KTDC ചെയർമാൻ ശ്രീ PK ശശി, കേരള ബാങ്കിൻ്റെ CEO PS രാജൻ, മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ മുഹമ്മദ് ബഷീർ, തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷൗക്കത്ത് അലി, CPIMൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ UT രാമകൃഷ്ണൻ ഉൾപ്പെടെ ശ്രീകൃഷ്ണപുരത്ത് ഹരിതകർമ്മസേന അംഗങ്ങൾക്കുള്ള ത്രിദിന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് കുടുംബശ്രീ മിഷന്റെയും ഒലീന കോഴിക്കോടിന്റെയും ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ബ്ലോക്കിലെ വെള്ളിനേഴി, ശ്രീകൃഷ്ണപുരം, കടമ്പഴിപ്പുറം, അമ്പലപ്പാറ പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹരിതകർമ്മസേനാംഗങ്ങൾക്കുള്ള ത്രിദിന കപ്പാസിറ്റി ബിൽഡിംഗ് പരിശീലനമാണ് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമതി, വാർഡംഗങ്ങളായ കോയ, ദ്വാരകാനാഥൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാരായ സൗമ്യ, രുക്മണി, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ അനൂപ് KT തുടങ്ങിയവർ സംസാരിച്ചു. റിസോഴ്സ് പേഴ്സൺമാരായ അൻസാഫ് പാലത്തിങ്ങൽ, T. രഹന, C. ഐശ്വര്യ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഒരു ഹരിതകർമ്മസേനാംഗത്തിന് വേണ്ട യോഗ്യതകളെ
നിങ്ങളെല്ലാം അംഗങ്ങളാണെന്നോ പറഞ്ഞു. ശരിയല്ലേ? പറഞ്ഞു. ഒരു നിങ്ങളുടെ യോഗ്യതകൾ എന്താണെന്നല്ല ഞാൻ ചോദിച്ചത്. പറഞ്ഞോ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും ഒരേ തരത്തിൽ പറഞ്ഞ കുടുംബശ്രീ അംഗമാണോ? എല്ലാവരും കുടുംബശ്രീ അംഗമല്ലേ? ആണ്. ഓക്കെ. രണ്ടാമത്തെ ചിനകത്തൂർക്കാവിൽ ഇത്തവണ തോൽപ്പാവക്കൂത്ത് അരങ്ങേറുമ്പോൾ അണിയറയിൽ കാക്കിയിട്ടൊരു കലാകാരനുമുണ്ട്. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI രാജനാരായണനാണ് കാക്കിക്കുള്ളിലെ ആ കലാഹൃദയൻ. കാണാം ഒറ്റപ്പാലം ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. 2 വർഷം മുമ്പ് വാണിയംകുളം പുലാച്ചിത്തറ കിള്ളിക്കാവിലെ തോൽപ്പാവക്കൂത്തിലായിരുന്നു കോങ്ങാട് കുണ്ടളശ്ശേരി പട്ടത്ത് വീട്ടിൽ 48കാരനായ രാജനാരായണൻ എന്ന കലാകാരൻ്റെ അരങ്ങേറ്റം. കൂനത്തറ ലക്ഷ്മണപുലവർക്ക് കീഴിൽ കൂത്തുപഠിച്ചായിരുന്നു തുടക്കം. പിന്നെ തൃശ്ശൂരിലെയും പാലക്കാട്ടെയും പല ക്ഷേത്രങ്ങളിലും കൂത്ത് അവതരിപ്പിക്കുന്ന സംഘത്തിൽ ഒരാളായി മാറി രാജനാരായണൻ. തോൽപ്പാവക്കൂത്തിനെ അടുത്തറിഞ്ഞപ്പോൾ പ്രശസ്തമായ പാലപ്പുറം ശൈലിയും പഠിക്കണമെന്ന ആഗ്രഹം. ഒപ്പം ചിനക്കത്തൂരിലെ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കണം. ആഗ്രഹം സദാനന്ദപുലവരെ അറിയിച്ചപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പോലീസുകാരനായ ശിഷ്യനെ സദാനന്ദപുലവർ 3 മാസം തോൽപ്പാവക്കൂത്ത് അഭ്യസിപ്പിച്ചു. ഒടുവിൽ ഇത്തവണ കൂത്ത് ആരംഭിച്ച ഞായറാഴ്ച തോൽപ്പാവക്കൂത്ത് സംഘത്തിനൊപ്പം രാജനാരായണനും രാമായണ കഥ പറഞ്ഞു. ചിനക്കത്തൂരിലെ മാടപ്പുലവർ സദാനന്ദപുലവരും മറ്റ് കലാകാരന്മാരും ശ്രീരാമകഥ പറയുമ്പോൾ തോൽപ്പാവകളുമായി രാജനാരായണൻ ഉണ്ടാകും. 17 രാത്രികളിലാണ് ചിനക്കത്തൂരിൽ പൂരത്തിനു മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്നത്. ഇതിൽ ജോലിത്തിരക്ക് ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം കൂത്തുമാടത്തിൽ ഉണ്ടാകണമെന്നാണ് ആഗ്രഹമെന്നും രാജനാരായണൻ പറഞ്ഞു. വളരെ പുരാതന കാലം മുതലുള്ള ഒരു കലയാണ്. രാമായണ കഥ നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പരാമായണത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പരാമായണ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പണ്ടുണ്ടായിരുന്ന ഒരു കലയാണ്. ഇപ്പോൾ ഈ കാലത്ത് വളരെ ക്ഷയോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു കലയാണ്, ക്ഷേത്രകലയാണ്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11:45 പട്ടിക്കാട് സ്കൂൾ പടിയിലാണ് സംഭവം. പെരിന്തൽമണ്ണ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ L. സുഗുണന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജിത്ത്, ഓഫീസർമാരായ രാജേഷ്, സജിത്ത്, മുഹമ്മദ് അലി, ഹോംഗാർഡുമാരായ സുബ്രഹ്മണ്യൻ, രാമകൃഷ്ണൻ, ശിവദാസൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. മറ്റൊരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നവീകരിച്ച ലൈബ്രറി സമർപ്പണം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം K. നസീമ ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ വായനാഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വല്ലപ്പുഴ ചൂരക്കോട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ലൈബ്രറി നവീകരണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് അംഗം K. നസീമ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഒരു ബിൽഡിംഗ് പൊളിച്ചു കിടന്നിട്ട് കുറെ കാലങ്ങളായി, നിങ്ങൾക്ക് അറിയാലേ, നമ്മുടെ ഒരു ബിൽഡിംഗ് പൊളിച്ചു കിടന്നിട്ട് കുറേയായി. ആ ബിൽഡിങ്ങിലേക്ക് വേണ്ട ആദ്യത്തെ വണ്ടി വരികളിൽ വേണ്ട കമ്പി കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മുടെ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങാൻ പോകുന്നു. അത് കണ്ടപ്പോ ഞാൻ ആദ്യം പുറത്തു വന്ന ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. വണ്ടി നമുക്ക് സ്കൂളിലേക്ക് കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്താണ് ആ പ്രശ്നം, ഏതെങ്കിലും വണ്ടി വന്ന് തിരിച്ചു പോകുന്നതായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് തുടങ്ങും നാളെ തുടങ്ങുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. പക്ഷെ ഇന്ന് ഈ ഒരു നിമിഷത്തിൽ അത് തുടങ്ങുക എന്നറിഞ്ഞപ്പോ അതിയായ സന്തോഷം എനിക്ക് തോന്നി. വാർഡ് മെമ്പർ നുസൈബ മുത്തുക്കാസ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. അനിത ടീച്ചർ, രവി, വേണു മാസ്റ്റർ, മുഹമ്മദ് സലീം, PTA പ്രസിഡന്റ് ഹക്കീം ചൂരക്കോട് എന്നിവർ സംസാരിച്ചു. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ലൈബ്രറിയിലേക്ക് സമർപ്പിക്കുന്ന അലമാരകളുടെ ഏറ്റുവാങ്ങലും ചടങ്ങിൽ നടന്നു. കുലുക്കലൂർ നാട്യമംഗലം പടുവൻകാവിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, പട്ടുചാർത്തൽ എന്നിവ ഉണ്ടായി. നാട്യമംഗലത്ത് കുന്തിപ്പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ക്ഷേത്രമാണ് പടുവൻകാവ്. സ്വയംഭൂവായ വനദുർഗയും ഭദ്രകാളിയും ഗണപതിയുമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. ചൊവ്വാഴ്ച തന്ത്രി പാലനാട്ടുമന വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടുകൂടിയാണ് കാവിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചത്.
മഹാഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, നാഗപൂജ, ദേവിക്ക് പട്ടുചാർത്തൽ എന്നിവ ഉണ്ടായി. രണ്ടായിരത്തി 2018-2019 വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ പുഴ കരകവിഞ്ഞ് വലിയ നാശനഷ്ടങ്ങൾ കാവിൽ നേരിടുകയുണ്ടായി. പ്രതിഷ്ഠകളടക്കം കാവിൻ്റെ വലിയൊരു ഭൂപ്രദേശം ഇടിഞ്ഞ് പുഴയിലേക്ക് പോയി. പിന്നീട് കഠിന പ്രയത്നത്തിലൂടെയാണ് പ്രതിഷ്ഠകൾ വീണ്ടെടുത്തത്. നിലവിൽ പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ പടുവൻകാവിൻ്റെ പുനരുദ്ധാരണത്തിനായി ഒരു ട്രസ്റ്റും പ്രവർത്തിച്ചു വരുന്നുണ്ട്. താഴേക്കോട് ടിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 1ാമത് കുഞ്ഞാത്ത അൽ മുഹമ്മദ് സ്മാരക അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേളയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ നിർവഹിച്ചു. ഈ വർഷം മുതൽ താഴേക്കോട് ടിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കം കുറിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കാപ്പുമുഖം ടിയേഴ്സ് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച മേളയുടെ ഉദ്ഘാടനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ നിർവഹിച്ചു. കലാകായിക വിനോദ രംഗങ്ങളിലുമൊക്കെ തന്നെ കുട്ടികൾ അവരുടെ അഭിരുചിയും അതുപോലെ തന്നെ കഴിവും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അങ്ങനെയുള്ള സർഗധനരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്താനും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകാനും ഇത്തരം കളിക്കളങ്ങളൊക്കെ വേദിയാകും. ക്ലബ്ബ് പ്രസിഡന്റ് CM അഫ്സൽ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തുപ്പു പിലാക്കൽ, ലോകകപ്പ് ഫുട്ബോൾ ഫെയിം വാഗ്വി കുഞ്ഞാൻ, ഷാലിമാർ ഷൗക്കത്ത് അലി, MT അഫ്സൽ, ക്ലബ്ബ് സെക്രട്ടറി C വിജയരാജൻ, ട്രഷറർ CM ഷബീർ, PK ഫഖറുദ്ദീൻ, ഷമീർ കാവുത്തൻ, CM അൻഷാദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. RRC ചെറുകരയും എവർ ചലഞ്ചേഴ്സ് ആര്യംപറമ്പ് ഉടമലയും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ടോസിലൂടെ എവർ ചലഞ്ചേഴ്സ് ആര്യംപറമ്പ് ഉടമല ജേതാക്കളായി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 24 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 1988 സ്ഥാപിതമായ ക്ലബിൻ്റെ ശില്പികളായ പ്രവാസികളുടെ സഹകരണത്തോടെയാണ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മേളയ്ക്ക് ടിയേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കളമൊരുക്കിയത്. വാണിയംകുളം തൃക്കങ്ങോട് വാർഡിൻ്റെ വാർഷികാഘോഷവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് തൃക്കങ്ങോട് 9ാം വാർഡിൻ്റെ 3ാം വാർഷികാഘോഷവും ഗുണഭോക്തൃ സംഗമവും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് അനുമോദനവുമാണ് സംഘടിപ്പിച്ചത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രമീള ശ്രീധരൻ വാർഡിലെ മുഴുവൻ തൊഴിലുറപ്പ് തൊഴിലാളികളെയും ലക്ഷ്മി വിളക്ക് നൽകി അനുമോദിച്ചു. വാർഡ് മെമ്പർ AP പ്രസാദ് അധ്യക്ഷനായി. മെമ്പർമാരായ AC സുബ്രഹ്മണ്യൻ, പ്രസീത, KT ആശാദേവി, BJP ഏരിയ പ്രസിഡന്റ് V ദീപകുമാർ, MK പ്രതീഷ്, KK മധുസൂദനൻ, ശ്രീജ മധുസൂദനൻ, P ഭരതൻ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് അഗളി കള്ളമലയിൽ ഭാര്യയും കാമുകനും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി മണ്ണാർക്കാട് SC/ST കോടതി. ശിക്ഷ ബുധനാഴ്ച വിധിക്കും. കേസിനാസ്പദമായ സംഭവം നടന്നത് 2017. പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ സേവകരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഹെൽത്ത് കാർഡ് പദ്ധതിയുമായി നജീബ് കാന്തപുരം MLA. 1000 പേർക്കുള്ള ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്തു. MLAയോട് നന്ദിയും കടപ്പാടും പറഞ്ഞ് ഗുണഭോക്താക്കൾ. വയോധികർക്ക് നൽകുന്ന കട്ടിലിനെ ചൊല്ലി മണ്ണാർക്കാട് നഗരസഭാ കൗൺസിലിൽ ബഹളം. അനുവദിച്ച കട്ടിലുകളുടെ 20% തനിക്ക് വേണമെന്ന് ചെയർമാൻ, എതിർത്ത് CPM കോൺഗ്രസ് കൗൺസിലർമാർ. പെരിന്തൽമണ്ണയിൽ മ്യൂസിക്കൽ ഫുഡ് ഫെസ്റ്റിനിടെ ഉണ്ടായ സംഘർഷം. വ്യാപാരമേളയ്ക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നതെന്ന് നഗരസഭ. അക്രമ സംഭവങ്ങളിൽ 20ഓളം പേർക്കെതിരെ കേസ്. മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ പാലോളി മുഹമ്മദ് കുട്ടിയുടെ ജീവചരിത്രം പുസ്തകമായി പുറത്തിറങ്ങുന്നു. പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി 15 പെരിന്തൽമണ്ണയിൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.